ചിന്തിച്ചിട്ടുണ്ടോ? അല്ലല്ല എന്ന് പറയുമ്പോ ഏത് അല്ല? എന്ത് ഖുർആന് ചങ്ങായിമാരെ? 14 നൂറ്റാണ്ട് മുമ്പ് ഏതോ ഒരു പൊട്ടം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേന് ഈ കാലത്ത് നമ്മൾ അംഗീകരിക്കണോ എന്ന് ചോദിക്കുന്ന യുവതലമുറയോട് ഞാൻ പറയാണ്, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തന്നില്ലേ ഈ കാണുന്ന മുഴുവൻ സംവിധാനത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന്. ആ റബ്ബിനെ അംഗീകരിച്ചാലേ അടുത്ത കടന്നു വരാനുള്ള ഘട്ടമുണ്ട് ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ജീവിതം ഇതോടുകൂടെ അവസാനിക്കുന്നില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. ഇത് പഠിപ്പിക്കാനല്ലേ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അചഞ്ചലമായ വിശ്വാസം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം അല്ലാഹു നമുക്ക് വേണ്ടി ചെയ്ത സംവിധാനങ്ങളാണ്. ഈ സംവിധാനം നമുക്ക് ഗുണകരമായി നിലകൊള്ളും. നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോ ശ്രദ്ധിക്കണേ, ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഗുണകരമായി നിലകൊള്ളും. നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ നമ്മൾ മറക്കുകയും അല്ലാഹുവിന്റെ നിയമങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തുകയും ചെയ്യാൻ തുടങ്ങിയാൽ ഈ സംവിധാനങ്ങളെ അല്ലാഹു നമുക്ക് എതിരാക്കാനും പടച്ച റബ്ബിന് കഴിയും. വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു സന്ദേശം അതാണ്. ആ സന്ദേശമാണ് ഞാൻ എൻ്റെ വളർന്നു വരുന്ന തലമുറയിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. മറന്നു പോകരുത് പ്രപഞ്ചനാഥനായ റബ്ബിനെ. ഭൂമി നിങ്ങൾക്ക് ഗുണകരമായാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞല്ലോ പ്രപഞ്ച റബ്ബ്. അതേ ഭൂമി തന്നെ ചില ജനതയ്ക്ക് എതിരായത് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഭൂമി നിങ്ങൾക്ക് എതിരാവരുത് എന്ന് പറഞ്ഞ പ്രപഞ്ചനാഥനായ അല്ലാഹു തന്നെ ഭൂമി എതിരായ ജനതയെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? നേരത്തെ ഞാൻ ഓതി ആയത്തേതാ? നിങ്ങളെയും കൊണ്ട് ഇളകാനും ആടാതിരിക്കാനും ഇളകാതിരിക്കാനുമാണ് പർവ്വതം ഞാൻ അതിന്റെ മുകളിൽ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ അതേ റബ്ബ് പറയാണ്. അല്ലാഹു തആല പറയാ, ഭൂമി അങ്ങ് ഇളകി എന്ന് മാത്രമല്ല, വല്ലാത്ത ഇളക്കം. ഇളകിയിട്ട് ഭൂമിയുടെ അടിഭാഗം മേൽഭാഗമായി മാറി, മുകൾ ഭാഗം അടിഭാഗമായി മാറി. നിങ്ങൾ ചിന്തിക്കണേ, ഇത് ഇളകാതിരിക്കാനാ ഞാൻ ഉറപ്പിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞ അതേ റബ്ബ് ഇത് ഇളകി എന്ന് മാത്രമല്ല, ഇതങ്ങ് തല കീഴ്മേൽ മറിഞ്ഞു എന്ന് ഒരു ജനതയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഏതാണ് ആ ജനത? മഹാനായ ലോത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയായിരുന്നു അത്. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മാത്രമല്ല, ജനതക്ക് നേരെ ഞാനൊരു മഴ വർഷിപ്പിച്ചു. ആ മഴ വെള്ളത്തിന്റെ മഴയായിരുന്നില്ല, അത് കല്ലിന്റെ മഴയായിരുന്നു, തീച്ചൂളകളുടെ മഴയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. നിഷേധിക്കേണ്ട ചരിത്രമാണിത്. ഖുർആൻ പറഞ്ഞു തരാൻ ഒരുപാടൊന്നും പറയണ്ടല്ലോ. ചിന്തിക്കുന്നവർക്കൊന്നോ രണ്ടോ പറഞ്ഞു കൊടുത്താ പോരെ. അല്ലാഹു തആല പറയാം, അങ്ങനെ ഒരു ജനതക്ക് നാം ഭൂമിയെ എതിരാക്കി മാറ്റിയിട്ടുണ്ട്. ഭൂമി അവൾക്ക് എതിരാവാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ എനിക്ക് എതിരായി എന്ന ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറയാണ്, അവർ എനിക്ക് എതിരായി, എന്റെ നിയമങ്ങൾ അവർ അംഗീകരിച്ചില്ല, എന്റെ സാന്നിധ്യത്തെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി, അവരെന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി. അതുമായി കടന്നു വന്ന പ്രവാചകന്മാർ അവർ പരിഹസിക്കുകയായി. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, അവർ തിന്മയുടെ വാഹകരായപ്പോൾ ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ ഭൂമിയെ നമ്മൾ അവർക്ക് എതിരാക്കി മാറ്റി എന്ന് ഖുർആൻ. ശ്രദ്ധിക്കണേ, അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നത് എന്തിനാ? മനുഷ്യന് ഗുണകരമായാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാതിൻ അൽഫാഫാ. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ, മേഘങ്ങളിൽ നിന്ന് മഴ ഇങ്ങനെ കുത്തിച്ചൊരിയുകയാണ്. എന്തിന്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, നിങ്ങൾക്ക് വേണ്ടി ചെടികളും തോട്ടങ്ങളും ഒക്കെ മുളപ്പിച്ചു
മുളപ്പിച്ചു തരാൻ, ധാന്യങ്ങൾ മുളപ്പിച്ചു തരാൻ. മഴയില്ല നിൽക്കുക, ഭൂമി വേണ്ട പോലെ ഉൽപാദനം തരൂല. നമ്മള് എത്ര കുളത്തിലും പുഴയിലും വെള്ളമെടുത്ത് നനച്ചാലും മഴയിൽ കിട്ടുന്നത് പോലെയുള്ള വിലകൾ ഭൂമിക്ക് തരാൻ കഴിയില്ല. മാത്രമല്ല, മഴ നിലച്ചു പോയാൽ ഭൂമിയിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. ഈ സംവിധാനം അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാ. മഴ മനുഷ്യരെതിരാവരുത്, പക്ഷേ മഴ എതിരായ ഒരു ജനതയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഏതാണ് ആ ജനത? മഹാനായ ജിസ്നെ ചലായ കശ്തിയെ ഖുദായെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലമാണത്. ഖുർആൻ പറഞ്ഞത് ഫഫതഹനാ അലൈഹിം അബ്വാബസ് സമാഇ. എതിരാവരുത് എന്ന് അല്ലാഹ് എന്തിനെ കുറിച്ചോ പറഞ്ഞത്, അതൊക്കെ പിന്നെ എതിരായി മാറി എന്ന് ഖുർആൻ പറയാണ്. ഫഫതഹനാ അലൈഹിം അബ്വാബസ് സമാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് നേരെ ആകാശത്തിന്റെ കവാടം നമ്മൾ അങ്ങ് തുറന്നു വെച്ചു. തുറന്നു വെച്ചപ്പം മഴയങ്ങ് കൊത്തിച്ചൊറിയാൻ തുടങ്ങി. ഫഫതഹനാ അലൈഹിം അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂന ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. അങ്ങനെ ഭൂമി വെള്ളം കുടിച്ചു ഭൂമിക്ക് പിന്നെ വെള്ളം കുടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയായി. അങ്ങനെ വെള്ളം ഭൂമിയിൽ നിന്ന് ഉറവ് വരാൻ തുടങ്ങി. അങ്ങനെ ലോകമാസകലം വെള്ളത്തിൽ മുങ്ങുന്ന മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പരിശുദ്ധമായ ഖുർആൻ. മഴ എതിരാവരുത്, ആകാശം എതിരാവരുത് എന്ന് പറഞ്ഞ റബ്ബ് തന്നെയാ ചില ജനതക്കെതിരെ അത് എതിരായത് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ശ്രദ്ധിക്കണേ, എന്തിന്? രാജാതിരാജനായ അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹുവിന്റെ അദാബ് വിദൂരമല്ലെന്ന് മനുഷ്യകുലത്തെ പഠിപ്പിക്കാനാ പ്രപഞ്ചനാഥനായ അല്ലാഹു ഇത്തരം സംഭവങ്ങൾ എടുത്തു പറഞ്ഞു തന്നത്. അങ്ങനെയാണ് അല്ലാഹു എടുത്തു പറഞ്ഞു തന്നത്. ശരിയല്ലേ? നിങ്ങൾ ആലോചിക്കണേ, വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഊതിയ ഒരായത്ത് അങ്ങനെയുള്ള ചില ജനതക്ക് വന്ന അതിഗംഭീരമായ ശിക്ഷകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഒന്ന് ഓതാം നമുക്ക്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് ഇറമദാത്തിൽ ഇമാദ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് വതമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. ألم تر كيف فعل ربك بعاد. ഹബീബായ നബിയോട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഹബീബായ നബിയെ അങ്ങ് കാണുന്നില്ലയോ യാ റസൂലല്ലാഹ്? അങ്ങ് കണ്ടില്ലയോ നബിയെ? റസൂലുള്ളാഹിനോടും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോടും ആദ് സമുദായത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കാൻ പ്രപഞ്ചനാഥനായ അല്ലാഹു തആല പറയാൻ. ഏതാണ് ആദ് സമുദായം? ഇറമദാത്തിൽ ഇമാദ്, അതായത് ഇറമകാർ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ്. വിശുദ്ധ ഖുർആൻ പറയാൻ അങ്ങനെ ഒരു ജനതയെ മനുഷ്യ സമൂഹത്തിൽ അതിന് മുമ്പും അതിന് ശേഷവും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആദിനും അതേപോലെ ഇറമിനും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയാൻ എന്താണ് സംഭവിച്ചത്? ദാത്തിൽ ഇമാദ്. ഖുർആൻ പ്രയോഗിച്ചത് എന്താണെന്നറിയോ? ഇറമദാത്തിൽ ഇമാദ്, അതായത് ഇറമുകാർ ദാത്തുൽ ഇമാദ് എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദാത്തിൽ ഇമാദ്. ഇമാദ് എന്നെന്താ അർത്ഥം? ഉസ്താദുമാരുടെ ഇവിടെ, നമ്മുടെ മുദദ്ദിസ് ഉസ്താദിന്റെ ഇവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അമൂദ് എന്നതിന്റെ ബഹുവചനമാണ് ഇമാദ് എന്ന്. അമൂദ് എന്ന് പറഞ്ഞാൽ തൂണ് എന്നാണ്. ദാത്തുൽ ഇമാദ് എന്ന തൂണുകളുടെ ഉടമസ്ഥർ എന്ന് അല്ലാഹു പറയാനുള്ള കാരണം എന്താ? രണ്ട് അഭിപ്രായമാണ് മുഫസ്സിരീങ്ങൾ അവിടെ പറഞ്ഞത്. ഒന്ന് ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണുകളുടെ ഉടമസ്ഥരായ ഇറമകാർ എന്ന് പറഞ്ഞത്. ആദ് സമുദായത്തെ കുറിച്ച് അല്ലാഹു അങ്ങനെ പറയാനുള്ള കാരണം വലിയ വലിയ തൂണുകളുടെ ആളുകളായിരുന്നവർ. തൂണ് വലുതാവൽ എപ്പോഴാണ്? അയാളുടെ വീടിന്റെ തൂണ് വലുതാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വീട് വലുതാണ്. അപ്പൊ കൊട്ടാര സമാനമായ വീടുകൾ നിർമ്മിച്ച് താമസിക്കുന്നവരായിരുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. ശ്രദ്ധിക്കണേ, മറന്നു പോകരുത്.